അത്യുന്നതനും സർവശക്തനുമായ കർത്താവായ ഈശോമിശിഹായുടെ നാമത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകളെ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഡോർ ഓഫ് ഹോപ്പ് മിനിസ്ട്രി ഇന്റർനാഷണൽ വഴിയായിട്ട് നിങ്ങളെ കാണാൻ കർത്തർ ദൈവം കൊടുത്ത ഈ സന്ദർഭത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കർത്താവോടൊത്തൊരു യാത്ര, ഒരു യാത്ര, നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൂടെ ഒരു യാത്ര. അതാണ് ഇന്ന് ഈ ടോപ്പിക്, ഈ മിനിസ്ട്രിക്ക് ദൈവം കൊടുത്തത്. നമ്മുടെ ഈ യാത്ര എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? ഒരു വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. ഈ യാത്ര എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ജീവിതം തന്നെ ഒരു യാത്രയാണ് അല്ലേ? അപ്പൊ ഈ ജീവിത യാത്രയിൽ പല യാത്രകൾ നാം ചെയ്യേണ്ടി വരും. അത് അത്യാവശ്യമായിട്ട് നമ്മൾ പല യാത്രകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട് അല്ലേ? ചില യാത്രയാണെങ്കിൽ ഷോർട്ടായിരിക്കും, വെരി ഷോർട്ടായിരിക്കും. ചില യാത്ര വെരി ലോങ് ആയിരിക്കും. ഈ നമ്മുടെ ഓരോ അത്യാവശ്യത്തിനനുസരിച്ച് നമ്മുടെ യാത്രകൾ പല വിധത്തിലായിരിക്കും. അതിന്റെ ഡ്യൂറേഷൻ പല ടൈം ആയിരിക്കും. അത് മാത്രമല്ല, നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് പല അപ്സ് ആൻഡ് ഡൗൺസ് കാണും, അനേകം ബുദ്ധിമുട്ടുകളൊക്കെ കാണും. ഇതാണ് നമ്മുടെ ജീവിതം, അതുപോലെയാണ് നമ്മുടെ ജീവിത യാത്ര എന്ന് പറയുന്നത്. പല അപ്സ് ആൻഡ് ഡൗൺസ്, അത് മാത്രമല്ല പല പ്രശ്നങ്ങൾ, കഷ്ടങ്ങൾ, ലോസ്, ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നുണ്ട് അല്ലേ? എനിവേ, നമ്മുടെ ജീവിതം ഒരു യാത്ര. അത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന് യാത്ര സ്മൂത്ത് ആയിരിക്കണം എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം. അങ്ങനെ സ്മൂത്ത് ആയിരിക്കണം, എല്ലാം ഒരു സമാധാനമായിട്ട് ഇരിക്കണം എന്ന് നമ്മുടെ യാത്രയിൽ നമ്മൾ ആലോചിച്ചാൽ, നമ്മുടെ യാത്രയിൽ നമ്മുടെ കൂടെ ആരാണ് യാത്ര ചെയ്യുന്നത്, ആ വ്യക്തിയെ സംബന്ധിച്ചാണ് നമ്മുടെ യാത്രയിലെ സന്തോഷം, സമാധാനം, സുരക്ഷ എല്ലാം നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചതായിരിക്കും. എന്നാലേ നമ്മുടെ യാത്രയിൽ കർത്താവായ ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, എല്ലാ യാത്രയിലും, ജീവിത യാത്രയിൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സുരക്ഷിതയായിരിക്കും. മാത്രമല്ല സന്തോഷമായിരിക്കും, സമാധാനമായിരിക്കും. എന്തെന്നെ കഷ്ടങ്ങൾ വന്നാലും, എന്തെന്നെ നഷ്ടങ്ങൾ വന്നാലും, അല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മെ വിട്ട് പിരിഞ്ഞു പോയ ഒരുപാട് പേര് നമ്മുടെ ജീവിതത്തിൽ കാണും. ആരൊക്കെ പിരിഞ്ഞു പോയാലും, ഇല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ ഈ നമ്മുടെ ജീവിതത്തിൽ നിന്ന്, ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി കാണും. എന്ത് സംഭവിച്ചാലും നമ്മുടെ കൂടെ യേശു കർത്താവ് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഈ ലോകത്തിരിക്കുന്നിടത്തോളം കാലം സന്തോഷമായിട്ടും സമാധാനമായിട്ടും നമ്മൾ ചെല്ലാൻ പറ്റും. നമ്മുടെ ജീവിതം, നമ്മുടെ യാത്ര എവിടെ നോക്കിയാണ്? നമ്മുടെ ദൈവത്തിന്റെ സ്വർഗത്തില് ദൈവത്തോടു കൂടിയുള്ള ആ യാത്രയാണ് നമ്മുടെ ജീവിതം അല്ലേ? ആ ജീവിത എല്ലാ ജീവിതത്തിലും നമ്മുടെ കൂടെ കർത്താവായ ഈശോ നമ്മുടെ കൂടെ ഉണ്ട്. അതാണ് കർത്താവോടൊത്തൊരു യാത്ര. അത് ഓരോ ദിവസവും രാവിലെ എണീറ്റ് നമ്മൾ ദൈവത്തിന്റെ അടുത്ത് നമ്മുടെ ജീവിതത്തിനെ കൊടുത്തിട്ട്, ഈ ദിവസം ദൈവമേ നിങ്ങൾ എന്നെ നടത്തണേ എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ രാവിലെ പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥനയോട് ബലം തന്നെ ഇന്ന് കർത്താവ് നിങ്ങളോട് പറയുന്നത്, ഞാൻ നിന്റെ കൂടെ ഉണ്ട് മോനെ, നിന്റെ കൂടെ ഉണ്ട്, നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് ദൈവം എന്ന് നമുക്ക് പറയുന്ന കാര്യം. നമ്മുടെ ബൈബിളില് കർത്താവോടൊത്തൊരു യാത്ര ചെയ്ത അനേകം പേര് നമ്മുടെ ബൈബിളിൽ ദൈവം നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. അതിൽ ഒരാളാണ് മോശെ. മോശയുടെ യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ദൈവം നമ്മുടെ കൂടെ, യേശു കർത്താവ് പറയുന്ന യോഹന്നാന്റെ സുവിശേഷത്തില് 14-ാമത്തെ അധ്യായം 6-ാമത്തെ വചനത്തിൽ പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഇതാണ് യേശു കർത്താവ് പറയുന്നത്. ആ ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അത് മാത്രമല്ല, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് യോഹന്നാന്റെ 14-ാമത്തെ അധ്യായത്തില് 6-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് വഴിയും സത്യവും കർത്താവായ യേശു മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഈ ബൈബിളിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്ക്, യോശുവയുടെ പുസ്തകത്തില് കർത്താവ് പറയുന്നുണ്ട്. യോശുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തില് 2-ാമത്തെ വചനത്തില് യോശുവ വിളിച്ച് ദൈവം പറയുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ, മോശെ മരിച്ചതിന് ശേഷം ആ ഇസ്രായേൽ ആ മക്കളെ, ഇസ്രായേൽ മക്കളെ
കാനാൻ ദേശം കടന്നു ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവാനും ചൊല്ലി ഞാൻ മോശ എടുത്ത് ദൈവം പറയുന്നു. മോശ വിളിച്ചു, ആകയാൽ നീ യോശുവ അടുത്ത് പറയുന്നു, എന്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ എന്ന് ഒരു യാത്ര യോശുവയ്ക്ക് ദൈവം കൽപ്പിച്ചു. ഇപ്പൊ യോശുവയുടെ യാത്ര ആരംഭിക്കണം. ഈ യാത്ര ആരംഭിക്കുന്ന നേരത്ത് ദൈവം വേറൊരു ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഇപ്പൊ ഇവിടെ ഒരു ഒരു യാത്ര യോശുവ ആരംഭിക്കാൻ പോകുന്ന ആ സമയത്ത് ദൈവം വേറൊരു കാര്യം പറയുന്നുണ്ട്. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. അപ്പൊ ഇവിടെ ഒരു യാത്ര, മോശയുടെ യാത്രയെ കുറിച്ച് നമുക്ക് നോക്കാം. മോശയുടെ യാത്ര എവിടെ ആരംഭിച്ചെന്ന് വെച്ചാൽ പുറപ്പാട് പുസ്തകത്തിന്റെ 2-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് മോശയെ പറ്റി നമ്മൾ കാണാൻ സാധിക്കും. അപ്പൊ മോശയുടെ യാത്ര എങ്ങനെയാണ് ആരംഭിച്ചത് എന്ന് പറഞ്ഞാൽ, മോശയോട് ഇരുന്നത് പോലെ ഞാൻ നിങ്ങളോട് ഇരിക്കും. ഇതാണ് വാഗ്ദത്തം പറയുന്നത്. അപ്പൊ മോശയോട് എങ്ങനെ ദൈവം ഇരുന്നു? മോശയെ കൈവിട്ടില്ല, മോശയെ ഉപേക്ഷിച്ചില്ല. മോശയോട് ദൈവം തന്നെ കൂടെ ഇരുന്ന് നടത്തിയത് നമുക്ക് കാണാം. പുറപ്പാടിന്റെ പുസ്തകത്തില് നോക്കിയാല് മോശയുടെ 2-ാമത്തെ അധ്യായത്തില് അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിച്ചു വെച്ചു. അപ്പൊ മോശയുടെ ജീവിതം എങ്ങനെയാന്ന് വെച്ചാല് ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു ജീവിതമാണ്. 3 മാസമുള്ള കുട്ടി. ആ കുട്ടി സ്വതന്ത്രമായിട്ട് പോലും കരയാൻ പറ്റുന്നില്ല. ആ കുട്ടിയെ ഇവര് സ്വതന്ത്രമായിട്ട് ആ കുഞ്ഞിനെ ലാളിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു മോശയുടെ ജനനം. അങ്ങനെ മോശയെ ഒളിച്ചു വെച്ചു. അവനെ പിന്നെ ഒളിച്ചു വെക്കാൻ കഴിയാതെ പോയി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ ഇസ്രായേൽ ജനങ്ങൾ അവരുടെ സന്താനങ്ങളെല്ലാം അങ്ങ് വർദ്ധിച്ചു വരുന്ന ആ സമയത്ത് ഫറവോൻ രാജാവ് ഫറവോൻ ചെയ്തു എന്ന് വെച്ചാൽ ഇവരുടെ വംശം അധികമായിട്ട് വരുന്നത് കണ്ടപ്പോഴത്തേക്ക് അവിടുത്തെ ആൺകുട്ടികളെയൊക്കെ കൊല്ലാൻ കൽപ്പന പ്രഖ്യാപിച്ചു. ആ 2 വയസ്സിന് കീഴിലുള്ള എപ്പോഴെല്ലാം ജനിക്കുന്ന ആൺകുഞ്ഞാണെങ്കിൽ ഉടനെ അത് നൈൽ നദിയിലിട്ട് കൊന്നുകളയണം എന്നായിരുന്നു ഫറവോന്റെ കൽപ്പന. ആ സമയത്തായിരുന്നു മോശയുടെ ജനനം. മോശയെ 3 മാസം അവരുടെ മാതാപിതാക്കൾ ഒളിച്ചു വെച്ചു. അത് കഴിഞ്ഞ് അവർക്ക് ഒളിച്ചു വെക്കാൻ പറ്റിയില്ല. അവരെന്ത് ചെയ്തു? അവൾ ഒരു ഞാങ്ങണ പെട്ടകം വാങ്ങി അതിന് പശയും കീലും തേച്ച് പൈതലിനെ അതിലെ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. ഇനി വളർത്താൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റേജ് വരുമ്പോഴത്തേക്ക് നമ്മെ കൊണ്ട് അത് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ പോകും. നമ്മുടെ ജീവിത യാത്രയിൽ പല കാര്യങ്ങൾ നമുക്ക് തടസ്സമായിട്ട് വരും. നമ്മളായിട്ട് അത് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് ഇവിടെ മോശയുടെ അച്ഛനും അമ്മയ്ക്കും അതാണ് വന്നത്. ഇനി അവർക്ക് വെക്കാൻ പറ്റില്ല എന്ന് വന്നപ്പോഴത്തേക്ക് അവർ പെട്ടിയിൽ വെച്ച് അതിന് പശയും കീലും ഒക്കെ തേച്ച് ഒരു ഗ്യാപ്പ് ഇല്ലാതെ ആ കുഞ്ഞിനെ അതിലെ കിടത്തി അവർ നൈൽ നദിയിലോട്ട് അങ്ങിട്ടു. മോശയുടെ യാത്ര എങ്ങനെയാണെന്ന് നോക്കി. മോശയുടെ യാത്രയുടെ ആരംഭം ഒരു ഇരുട്ട് പെട്ടിക്കകത്ത, അല്ലെ? ഒരു വെളിച്ചവും ഇല്ലാതെ ഒരു മറഞ്ഞിരിക്കുന്ന ഒരു യാത്രയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്റെ ജീവിതം മറഞ്ഞിരിക്കുകയാണ്. ഞാൻ മുമ്പോട്ട് വരാൻ പറ്റുന്നില്ല. ഞാൻ ഈ ലോകത്തോട് ഇടപെടാൻ പറ്റുന്നില്ല. എന്റെ സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു നല്ലതും എനിക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്ന സഹോദരി, നിങ്ങളുടെ യാത്രയിൽ കർത്താവായ ഈശോ മിശിഹ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, മോശയെ നടത്തിയ ദൈവം, മോശയോട് ഇരുന്ന ദൈവം നിങ്ങളുടെ കൂടെയും ദൈവം ഇരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ കൂടെ വരുന്ന ഒരു പങ്കാളിയാണ് കർത്താവായ ഈശോ. അങ്ങനെ അവർ നദിയിലോട്ട് ഇടുന്നു. അപ്പോഴാണ് നോക്കുന്ന അവിടെ 4-ാമത്തെ തിരുവചനം വായിച്ചാല്, അവന് എന്ത് സംഭവിക്കുമെന്ന് അറിവാൻ അവന്റെ പെങ്ങൾ ദൂരത്ത് നിന്നു.
മോശയ്ക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി മോശയുടെ പെങ്ങൾ ദൂരത്ത് നിന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പല പരാജയങ്ങളും കഷ്ടങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉള്ള ഒരു ജീവിതത്തിൽ ഒരു വ്യക്തിയെ കണ്ടിട്ട് ചിലർ ചിലർ നോക്കി നിൽക്കും. എന്താ നോക്കി നിൽക്കുന്നത്? അയ്യോ, അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെ നോക്കി നിൽക്കും. അവരെ കൊണ്ട് ഒന്നും ചെയ്യാനും പറ്റില്ല. ചിലരെങ്ങനെയാ നോക്കി നിൽക്കുന്നതെന്ന് വെച്ചാല്, ഇവർക്ക് എന്താ നടക്കുന്നതെന്ന് നോക്കട്ടെ, ഇവരെങ്ങനെയാ ജയിച്ചു വരുന്നത്, ഇവരെങ്ങനെയാ അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് വരുന്നത്, ഞാനും ഒന്ന് നോക്കട്ടെ, അങ്ങനെ പറയുന്ന ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ ഇവിടെ ആരുമില്ല. പെങ്ങൾക്ക് ദൂരത്ത് നിന്ന് നോക്കാനേ പറ്റുള്ളൂ, കൂടെ പോകാൻ പറ്റിയില്ല. പക്ഷെ ദൈവം മോശയോട് കൂടെ ഇരുന്നു. ആ ഞാങ്ങപ്പെട്ടിയെ ദൈവം ആ എവിടെ എവിടെ കൊണ്ട് ചേർത്തെന്ന് വെച്ചാ ആ ഫറവോന്റെ സഹോദരിയുടെ ആ കൊട്ടാരത്തിൽ ദൈവം കൊണ്ട് ചേർത്തു. അതുവരയ്ക്കും ആ പെട്ടി ആ മോശയുടെ യാത്ര എങ്ങനെ ഇരുന്നു എന്ന് വെച്ചാല്, തന്റെ പ്രായത്തിലുള്ള ആൺകുട്ടികളൊക്കെ കൊല്ലാൻ വേണ്ടി ആ നദിയിലിട്ടതാ. അപ്പൊ ആ നദി മുഴുക്കയും മരിച്ചുപോയ കുട്ടികളുടെ ഇടയില് ഈ മോശയുടെ പെട്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അവിടെ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ആ മോശയോട് ഇരുന്നത് കൊണ്ട് ആ മരണം മോശയെ തുറന്നില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ പോയി. അങ്ങനെ പോകുന്ന അങ്ങനെ അത് മാത്രമല്ല, ആ വെള്ളത്തിന്റെ ഒഴുക്ക്, ഈ നൈൽ നദിയാണെങ്കിൽ ഈ കൊയ്ത്ത് കാലത്ത് അങ്ങ് കരകവിഞ്ഞൊഴുകും. അതാണ് വചനത്തിൽ പറയുന്നുണ്ട്. കൊയ്ത്ത് കാലത്തില് ഈ നൈൽ നദി കരകവിഞ്ഞൊഴുകും. ആ സമയമാണ് ഇത് നടക്കുന്നത്. പക്ഷെ ദൈവം എന്താ മോശയോട് ഇരുന്നത് കൊണ്ട് ദൈവം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ആ കാറ്റിനെ കൺട്രോൾ ചെയ്തു, ആ ഒഴുക്കിനെ കൺട്രോൾ ചെയ്ത് ഈ മോശയെ ദൈവം ഫറവോന്റെ സഹോദരിയുടെ അടുത്ത് കൊണ്ടു എത്തിച്ചു. ഇന്ന് നമ്മുടെ ജീവിതത്തെ, നമ്മൾ ജീവിത യാത്ര ആരംഭിക്കുന്നത് കഷ്ടമായ ഒരു കാര്യത്തിലായിരിക്കും. നിങ്ങളുടെ യാത്ര ഇപ്പോ ഒരു ഭയാനകമായ ഒരു യാത്രയായിരിക്കാം, ഇല്ല എവിടെ പോയി ചേരുമെന്ന് അറിയാതെയുള്ള ഒരു യാത്രയായിരിക്കാം, എന്താ എനിക്ക് സംഭവിക്കാൻ പോകുന്നെന്ന് അറിയാത്ത ഒരു യാത്രയായിരിക്കാം. ദൈവം നിങ്ങളുടെ കൂടെ ഇരുന്ന് ഈ യാത്രയെ ദൈവത്തിന്റെ മഹത്വത്തിനായി, ദൈവത്തിന്റെ പണി ചെയ്യുവാനായി, ആ ഇസ്രായേൽ ജനങ്ങളെ കൊണ്ടുവരാനായിട്ട് മോശയെ എങ്ങനെ ദൈവം സംരക്ഷിച്ച് കൊണ്ടു ചേർത്തോ, അതേപോലെ മോശയോട് കൂടെ ഇരുന്ന ദൈവം നിങ്ങളെയും നിങ്ങളുടെ ജീവിത യാത്രയിലും സംരക്ഷിച്ച് എവിടെ കൊണ്ട് ചേർക്കണോ, എവിടെ എത്തിക്കണോ, അവിടെ ദൈവം നമ്മെ എത്തിക്കും. അത് ദൈവത്തിന്റെ മഹത്വമേറിയ സ്ഥാനത്ത്, ദൈവത്തിന്റെ സമാധാനമുള്ള സ്ഥാനത്ത്, ദൈവത്തിന്റെ സുരക്ഷയുള്ള സ്ഥാനത്ത് നിങ്ങളെയും എന്നെയും കൊണ്ടുപോകാൻ ദൈവത്തിന് സാധിക്കും. ഹല്ലേലൂയ. മോശയുടെ യാത്ര, ആ നൈൽ നദിയിൽ ആ പെട്ടിയിൽ യാത്ര, ദൈവം ചെങ്കടലില് ആ ജനങ്ങളെ, ഇസ്രായേൽ ജനങ്ങളെ കാനാൻ ദേശത്തേക്ക് കൊണ്ടുവരാനായിട്ട് ആ യാത്ര ചെയ്യാൻ ദൈവം കൂടെ മോശയോട് ഇരുന്നത് പോലെ ഇന്ന് നിങ്ങളുടെ കൂടെയും കർത്താവായ യേശു മിശിഹാ നിങ്ങളുടെ ആ യാത്രയിലും ദൈവം കൂടെയുണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദര സഹോദരിക്ക് എൻ്റെ ആശംസകൾ ഞാൻ വീണ്ടും പറയുവാണ്. ഈ ഡോർ ഓഫ് ഹോപ്പ് മിനിസ്ട്രി വഴിയായിട്ട് ഈ കർത്താവോടൊത്തൊരു യാത്ര, ഈ ഈ ഈ ഹെഡിങ്ങില് ദൈവം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തിനെ കുറിച്ചും നിങ്ങൾ വിഷമിക്കേണ്ട. ദൈവം നിങ്ങളുടെ ജീവിത യാത്രയിലുണ്ട്. നിങ്ങൾ കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാം. കരകവിഞ്ഞു പോയി ആ യോർദാൻ ഞാൻ എങ്ങനെ കടന്നു പോകും, ഈ പ്രശ്നത്തിന് ഞാൻ എങ്ങനെ കടന്നു പോകും എന്ന് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകാൻ പറ്റാത്ത യോർദാന് ദൈവം നിങ്ങളുടെ കൂടെ ഇരുന്ന് ആ യോർദാന് കടക്കാനായിട്ട് ദൈവം നിങ്ങൾക്ക് കൂടെയുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കും. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ മെസ്സേജ് നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും അത് അയച്ചു കൊടുക്കുക. ഈ ഡോർ ഓഫ് ഹോപ്പ് മിനിസ്ട്രിയിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ യാത്രയിൽ ദൈവം നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ വഴി നടത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.